അതിർത്തി തർക്കം കത്തുമ്പോളാകട്ടെ ഇന്ത്യയുമായുള്ള പഴയ ഉടമ്പടി രേഖകൾ തേടി നേപ്പാൾ. പക്ഷേ രേഖകൾ എവിടെ എന്നതാണിപ്പോൾ ചോദ്യമാകുന്നത്. ഇന്ത്യ നേപ്പാൾ അതിർത്തി തർക്കം വീണ്ടും ചർച്ചയാകുന്നതിനിടെ തന്നെ ചരിത്രത്തിലെ നിർണായകമായ അതിർത്തി ഉടമ്പടിയുടെ യഥാർത്ഥ രേഖകൾ കണ്ടെത്താനാകാത്തതിനെ നേപ്പാൾ ഭരണകൂടം. ഇന്ത്യയുമായുള്ള അതിർത്തി അത് നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ രേഖകൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നതുപോലും വ്യക്തമായ വിവരമല്ല എന്നതാണ് ഇപ്പോൾ നേപ്പാൾ വിദേശകാര്യ മന്ത്രി പാർലമെന്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിർത്തി രേഖകളില്ലാതെ തന്നെ അതിർത്തി തർക്കത്തിന് മറുപടി കണ്ടെത്താനാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നതും. 1816 സുഗൌലി ഉടമ്പടിയാണ് നേപ്പാളിന്റെ ഇന്നത്തെ അതിർത്തി ചരിത്രത്തിലെ തന്നെ പ്രധാന രേഖകളിലൊന്ന്. ആംഗ്ലോ നേപ്പാൾ യുദ്ധത്തിന് ശേഷം തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി തന്നെ നേപ്പാൾ ഭരണകൂടവുമായി ഒപ്പുവെച്ച ഈ കരാർ പ്രകാരമാണ് നേപ്പാളിന്റെ അതിർത്തികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതും. പിന്നീട് സ്വതന്ത്ര ഇന്ത്യയും നേപ്പാളും തമ്മിൽ 1950 സമാധാന സൗഹൃദ ഉടമ്പടിയും നിലവിൽ വരികയും ചെയ്യുകയാണ്. എന്നാൽ കാലക്രമേണ തന്നെ അവിടെ കാലാപാനി, ലിക്ലേക്ക് എന്നീ സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലകളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ശക്തമായതോടെയാണ് പഴയ ഉടമ്പടി രേഖകൾക്ക് വീണ്ടും പ്രാധാന്യം ലഭിച്ചിരിക്കുന്നത്. ചരിത്ര രേഖകളുടെയും പഴയ മാപ്പുകളുടെയും അടിസ്ഥാനത്തിൽ അതിർത്തി അവകാശവാദങ്ങൾ ശക്തിപ്പെടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതും. പക്ഷേ ഇപ്പോൾ നേപ്പാളിന് മുന്നിൽ വലിയ വിചിത്രമായ ചിലൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടക്കുന്നത്. ഇന്ത്യയുമായുള്ള അതിർത്തി തർക്കം പരിഹരിക്കാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര രേഖകൾ തേടുമ്പോൾ അവയുടെ യഥാർത്ഥ രേഖകൾ എവിടെയാണെന്നാണ് നേപ്പാൾ തന്നെ ഇപ്പോൾ വ്യക്തതയില്ലാതെ നിൽക്കുന്നത്. ഇതോടുകൂടി തന്നെ വിഷയം ഒരു നയതന്ത്ര തർക്കത്തിനപ്പുറം തന്നെ ചരിത്രപരമായ ഒരു വെല്ലുവിളിയായി തന്നെ ഇത് മാറുകയാണ്. പഴയ രേഖകൾ ഇവിടെ കണ്ടെത്താനാകുമോ, അതോ പകർപ്പുകൾ, മാപ്പുകൾ, ബ്രിട്ടീഷ് കാലഘട്ട രേഖകൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുമോ എന്നതാണ് ഇപ്പോൾ നേപ്പാൾ പ്രധാനമായും അവകാശവാദികൾ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല ഇന്ത്യയുമായി അതിർത്തി തർക്കം ശക്തമാക്കാൻ നേപ്പാൾ അവിടെ ചരിത്രത്തിലേക്ക് തിരിയുകയാണ്. പക്ഷേ ചരിത്രം തെളിയിക്കാനുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു തെളിവ് പോലും യഥാർത്ഥമായ രേഖകൾ പോലും കാണാനില്ല. നേപ്പാൾ അതുപോലെ ഇന്ത്യ നേപ്പാൾ ബന്ധത്തിൽ പുതിയ നയതന്ത്ര ചർച്ചകൾക്ക് ഈ വെളിപ്പെടുത്തൽ വഴിയൊരുങ്ങുമോ എന്നതാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. മാത്രമല്ല ആർക്കൈവുകൾ, ലൈബ്രറികൾ, മ്യൂസിയങ്ങൾ, പ്രസക്തമായ സർക്കാർ വകുപ്പുകൾ എന്നിവിടങ്ങളിൽ തന്നെ ദിവസങ്ങൾ നീണ്ട ആ ഒരു തിരച്ചിൽ അത് നടത്തിയെങ്കിൽ പോലും 1816, 1950 എന്നീ വർഷങ്ങളിൽ ഒപ്പുവെച്ച ഉടമ്പടി രേഖകൾ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. അതിർത്തി തർക്കത്തിന്റെ പേരിൽ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധത്തിലും ഇവിടെ വലിയ രീതിയിലുള്ള ഉലച്ചിലുകൾ ഉണ്ടായിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള അതിർത്തി തർക്കം പ്രധാനമായും ഈ 3 മേഖലകളെ ചുറ്റിപ്പറ്റി നടക്കുകയും ഇതിന്റെ ചരിത്രപരമായ അടിസ്ഥാനം 1816 ഒരു ഉടമ്പടിയെ ചൊല്ലി തന്നെയാണ്. എന്നാൽ അതിർത്തിയിൽ കണക്കാക്കുന്ന ഈ ഒരു കാളി അഥവാ മഹാകാളി നദിയുടെ യഥാർത്ഥ ഉത്ഭവം അത് സംബന്ധിച്ചുകൊണ്ട് ഇന്ത്യയും നേപ്പാളും വ്യത്യസ്ത ഒരു വ്യാഖ്യാനങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നേപ്പാളിന്റെ വാദപ്രകാരം തന്നെ ഈ 3 സ്ഥലങ്ങളിൽ നിന്നും അതിന് സമീപത്തുള്ള പ്രദേശത്ത് നിന്നാണ് ഇത്തരത്തിൽ ഈ ഒരു നദി ഉത്ഭവിച്ചതും ഇതുമായി ബന്ധപ്പെട്ട അതിർത്തിയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതകൾ ഉണ്ടായതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്നും സൂചിപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.